നമസ്കാരം, ഞാൻ മനോജ് നെടിയക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപാദനക്കുറവിൽ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞതോടെ ടയർ കമ്പനികളുടെ ഡിമാൻഡിൽ റബ്ബർ കിലോയ്ക്ക് 2 രൂപ കൂടി. ടാപ്പിംഗ് ഭാഗികമായി തുടങ്ങിയെങ്കിലും ഉൽപാദനം സാധാരണ നിലയിൽ എത്തിയിട്ടില്ല. ടയർ, ട്യൂബ് കൂടാതെ റബ്ബർ മറ്റ് അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായ ഡിമാൻഡിലാണ് വില കൂടിയത്. ഇതോടെ രാജ്യാന്തര തലത്തിൽ RSS 4ന്റെ വില ഉയർന്ന നിരക്കിൽ രേഖപ്പെടുത്തിയത് ഇന്ത്യയിലാണ്. അവധി വ്യാപാരത്തിൽ ചൈന 168 നിന്നും 163 രൂപയായി വില കുറച്ചു. ടോക്കിയോ 183 നിന്നും 185 രൂപയായി വില ഉയർത്തി. തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 197 വില മാറ്റമില്ലാതെ തുടർന്നു. ചൈനയിൽ നിന്ന് ഡിമാൻഡ് കുറഞ്ഞതോടെയാണ് ബാങ്കോക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി വില മാറ്റമില്ലാതെ തുടർന്നത്. കൊച്ചി RSS 4 കിലോയ്ക്ക് 203 രൂപയും RSS 5ന് 200 രൂപയുമാണ് വില. ടാപ്പിംഗ് ഊർജിതമാക്കാൻ കർഷകർ. ടാപ്പിംഗ് ഊർജിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനത്തെ റബ്ബർ ഉൽപ്പാദകർ. കാലവർഷം എത്തിയ ആദ്യ മാസത്തിൽ കാര്യമായ റബ്ബർ വെട്ടിന് അവസരം ലഭിക്കാതെ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിന്ന കർഷകർ ഇനി മുന്നിലുള്ള 5 മാസങ്ങളിൽ ഉൽപ്പാദനം ഉയർത്താൻ ശ്രമം നടത്തും. ഇതിനിടയിൽ ഉൽപ്പാദകർക്ക് ആവേശം പകരാൻ ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 200 രൂപയ്ക്ക് മുകളിൽ നിലനിർത്തി. വ്യവസായികളുടെ ഈ തന്ത്രം അവർക്ക് ആഭ്യന്തര മാർക്കറ്റിൽ നിന്നും ആവശ്യാനുസരണം ഷീറ്റ് കൈക്കലാക്കാൻ അവസരമൊരുക്കും. എന്നാൽ പിന്നിട്ട വാരത്തിലും ടയർ നിർമ്മാതാക്കൾ ഷീറ്റിന് കാര്യമായ താൽപ്പര്യം കാണിച്ചില്ല. പുതിയ ചരക്ക് വൈകാതെ വിപണിയിലെത്തുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.